ചില സമയത്ത് ബോറിംഗ് ആഡുകൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് നല്ല രീതിയിൽ ആ ബോറിംഗ് ആഡ്സ് ത്രൂ സെയിൽസ് കിട്ടാറുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പോസ്റ്റേഴ്സ് ഭയങ്കര ബോറിംഗ് ആയിരിക്കും, അതിൽ നല്ല ക്രിയേറ്റീവ്സോ കാര്യങ്ങളോ ഉണ്ടാവില്ല. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ആ വീഡിയോയിൽ ക്ലാരിറ്റി ഭയങ്കര മോശമായിരിക്കും. എന്നാൽ ഈ ഒരു കാര്യമുള്ളത് കൊണ്ടാണ് ക്രിയേറ്റീവ്സ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നത്. വെൽക്കം ടു ഡേ 18 ഓഫ് ലേണിംഗ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ത്രൂ റീൽസ്. ഒട്ടുമിക്ക ക്ലയൻസിൽ നമ്മൾ കണ്ടുവരുന്നൊരു ഇഷ്യൂസാണ്. നല്ല ക്രിയേറ്റീവും കാര്യമൊക്കെ ആയിരിക്കും അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റീൽസ് ആയാലും വീഡിയോസ് ആയാലും പോസ്റ്റേഴ്സ് ആയാലും ഒക്കെ നല്ല അടിപൊളി എഡിറ്റിംഗ് എലമെൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് പെർഫെക്റ്റ് ആയിട്ടായിരിക്കും ആ വീഡിയോ അല്ലെങ്കിൽ ആ പോസ്റ്റർ ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ വിചാരിച്ച പോലെ ഒരു സെയിൽസോ കാര്യങ്ങളോ അതിൽ നിന്ന് കിട്ടാറില്ല. ഇതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഓഫർ, ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീ ഡെലിവറി അല്ലെങ്കിൽ ബൈ വൺ ഗെറ്റ് വൺ, എപ്പോഴാണ് ഒരു നല്ല ക്രിയേറ്റീവ് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ക്രിയേറ്റീവ് എന്താണെന്നുള്ളതും അതുപോലെ തന്നെ ഓഫർ എന്താണെന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ ക്രിയേറ്റീവ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആഡിൽ ഉപയോഗിക്കുന്ന ക്യാപ്ഷൻ ആവാം, കോപ്പി ആവാം, അതുപോലെ തന്നെ ടെക്സ്റ്റ് അല്ലെങ്കിൽ ഇമേജ്, ഇതൊക്കെ അത്രയും അടിപൊളിയാകുമ്പോഴാണ് ഒരു ക്രിയേറ്റീവ് അത്രയും പെർഫോം ചെയ്യുന്നത്. ഓഫർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മളുടെ ഓഡിയൻസിൽ അല്ലെങ്കിൽ നമ്മളുടെ കസ്റ്റമേഴ്സിന് എന്ത് ബെനിഫിറ്റാണ് ഇതുകൊണ്ട് കിട്ടുക എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലാറ്റ് 30%, അതല്ലാന്നുണ്ടെങ്കിൽ ലിമിറ്റഡ് ആയിട്ടുള്ള ഡീൽസുകൾ, അതല്ലാന്നുണ്ടെങ്കിൽ ഫ്രീ ഡെലിവറി, കോംബോ ഓഫേഴ്സ് ആയിരിക്കും നമ്മൾ മെയിനായിട്ട് ഓഫേഴ്സിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ടൈം നിങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ നല്ല ക്രിയേറ്റീവ്സും ഓഫേഴ്സും കൂടെ കമ്പൈൻ ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ സെയിൽസ് ഇൻക്രീസ് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഇതുവരെ നമ്മളിപ്പോൾ കറന്റ് കഴിഞ്ഞിട്ടുള്ളത് നമ്മുടെ ഇൻട്രൊഡക്ഷൻ ടു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ക്ലാസ്സസ് ആണ്. ഇനി നമുക്ക് വരുന്നത് എല്ലാവരും വെയിറ്റ് ചെയ്ത പോലെ സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ആയിരിക്കും. അപ്പോൾ ഇതുവരെ കഴിഞ്ഞ ക്ലാസ്സസ് മിസ്സായ ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ മുന്നിലെ വീഡിയോസ് കാണാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ബയോയിൽ കൊടുത്തിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രീവിയസ് വീഡിയോസ് കാണാം. അപ്പോൾ ടിൽ ദെൻ ഫോളോ അസ്.